വിശുദ്ധ ഖുർആന് എവിടെന്ന് ചോദിച്ചാലും ഓതുന്ന കുറെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ മോന് ഖുർആന് ശരിക്കും പഠിച്ചിട്ടില്ല. അതായത് അറബി അക്ഷരം എഴുതാനോ വായിക്കാനോ അറിയാത്ത ഈ ചെറിയ കുഞ്ഞു മോന് ഖുർആന് മാത്രം എവിടെന്ന് ചോദിച്ചാലും കൃത്യമായിട്ട് പറയും. അതൊരു അത്ഭുതമാണ്. എവിടെന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. ഓ മാഷാ അല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു കറക്റ്റാണ് ഫ്ലോയില് പോകുന്നുണ്ട്. സീമാവും ഫിയൂജുവും മിൻ അഥരി സുജൂദ്. അതിനപ്പുറം അതെ കൃത്യാണ് ഓതിയതൊക്കെ കൃത്യാണ്. ഞാനത് നോക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്. സന്തോഷം കൊണ്ട് ഇതാവുകയാണ് അല്ലേ? അതെ ടൈറ്റ് ആണ്. പക്ഷെ അത് മനസ്സിലാകുന്നുണ്ട്. കേട്ട് പഠിച്ചതാണ് അല്ലേ? അതൊരു അത്ഭുതമാണ്. കേട്ട് പഠിച്ചതാണ് അല്ലേ? ഇത് ശരിക്കും നിങ്ങൾ പഠിപ്പിച്ചിട്ടൊന്നുമല്ല പഠിച്ചത്? ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവന് ഖുർആൻ വെച്ചു കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാല് ഭിന്നശേഷിക്കാരനായ ഒരു മോനാണ്. പ്രീ ടൈം ഡെലിവറി ഒന്നു 7 മാസം കടന്നുടനെ പ്രസവിച്ചിട്ടുണ്ട്. സെറിബ്രൽ പൾസി എന്ന അസുഖമാണ് ആൾക്കുള്ളത്. തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾക്ക് ക്ഷതം വന്നിട്ട് ഇരിക്കാനോ നടക്കാനോ സ്വന്തമായിട്ട് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും കഴിയൂല. ചെറുപ്പത്തിൽ നല്ലോണം ഇവർക്ക് പറയാനൊന്നും കഴിയൂല. കരച്ചിൽ ഒരു 5 വയസ്സിന് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ചെറുപ്പം മുതലേ ഇവൻ എന്താണ് കാര്യങ്ങളൊന്നും പറയാൻ കരച്ചിലൊക്കെ വരുമ്പോൾ ഖുർആൻ വെച്ചു കൊടുക്കും ആദ്യം മുതലേ. പിന്നെ അവന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴും എനിക്ക് ഖുർആൻ വെച്ചെന്നാൽ മതി, ഇതിന്റെ അസുഖം മാറും. വിഷമം വെച്ചു കൊടുക്കും. സന്തോഷമാണ് കേൾക്കണത്. ഖുർആൻ കേൾക്കണത് നല്ല ഇഷ്ടമാണ് ചെറുപ്പം മുതലേ. അപ്പൊ അതങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് സ്ഥിരമായിട്ട്. പക്ഷെ ഇത് ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടോ? ഖുർആൻ കുറെ സമയം ഉണ്ടല്ലോ ഫുള്ളായിട്ട് കേട്ട് തീരണമെങ്കിൽ. പാട്ട് വെക്കണ പോലെ ഏത് സൂറത്താണ് വെച്ചു കൊടുക്കുക. പക്ഷെ മാഷാ അല്ലാഹ് എവിടുന്ന് ചോദിച്ചാലും ആളിപ്പോ ഓതുന്നുണ്ട്. നമ്മള് സൂറത്ത് ഓതി കഴിഞ്ഞാല് അടുത്ത ആയത്ത് കൃത്യമായിട്ട്. അതായത് നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചത് പറഞ്ഞ എന്തോ ഒരു ദൈവികമായിട്ടുള്ളൊരു കഴിവ്. അല്ലെങ്കിൽ അല്ല, എത്രാം വയസ്സ് മുതലാണ് ഈ ഒരു കഴിവ് ഉണ്ടായത്? ഇത് നമുക്ക് മനസ്സിലാണത് ഒരു 7 വയസ്സ് അല്ലെ? 7 വയസ്സൊക്കെ ആകുമ്പോ നമ്മള് റമളാന് ഖത്മ് കംപ്ലീറ്റ് ചെയ്യുമ്പോ വൈഫിന്റെ അടുത്തിരുന്നിട്ട് വൈഫോടെ പോസ്റ്റ് ചെയ്ത് വെച്ചാല് അവിടുന്ന് അടുത്തത് ഇവനെ റിസെറ്റ് ചെയ്യും. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ തുടങ്ങി. ഇത്ര ഫോളോവേഴ്സ് ആയി, ഫോളോവേഴ്സ് കൂടിയോ ചോദിക്കുമല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും ഫിനാദിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഫോളോ ചെയ്യാ. ഇൻഷാ അല്ലാഹ് എല്ലാരും സപ്പോർട്ട് ചെയ്യാട്ടോ മാക്സിമം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി കേട്ടോ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഖുർആൻ ആരും തന്നെ പഠിപ്പിക്കാതെ തന്നെ 7-ാം വയസ്സിൽ സ്വന്തമായി കേട്ട് പഠിച്ചുകൊണ്ട് ഹാഫിളായ അഫിൻഹാദി മോനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതായത് 7-ാം വയസ്സിൽ തന്നെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഈവൻ അറബി എഴുത്തും വായനയും, അതായത് ഓതാനോ എഴുതാനോ പോലും ഇപ്പോഴും അറിയില്ല. അങ്ങനെ ഒരു മോന് എങ്ങനെയാണ് കേട്ട് പഠിച്ചൊരു അത്ഭുതമാണ്. അപ്പൊ ഖുർആനിൽ എവിടെന്ന് ചോദിച്ചാലും ഇപ്പൊ ഖുർആൻ കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മോനോട് എവിടെന്ന് ചോദിച്ചാലും മോന് ഓതി കൊടുക്കും. അപ്പൊ നിങ്ങൾ അടുത്തോട്ട് വന്നോളൂ. നമ്മൾ ഉസ്താദ് ഇവിടെ ഒന്ന് ഓതും. നിങ്ങൾ റാൻഡം ആയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേജിൽ ഏതെങ്കിലും ഒരു ലൈന് നിങ്ങൾ കാണിക്കുക. ഏതെങ്കിലും ഒരു ലൈന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أذن للذين يقاتلون بأنهم ظلموا وإن لها لهم كبير. هذا سورة الحج. സൂറത്തുൽ ഹജ്ജ്. മറ്റൊരു സൂറത്ത് കാണിച്ചു കൊടുക്കട്ടെ. അത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഫുൾ ഷഫിൾ ചെയ്തിട്ട് എടുത്താൽ മതി. ഒരു സൂറത്ത് ഫുൾ ഷഫിൾ ചെയ്തിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് തൊട്ടുകൾ. من كان يريد العاجلة عجلنا له فيها ما نشاء ثم جعلنا له جهنم مدحودا. അടുത്ത് ഇടയിൽ നിർത്താൽ മതി. بسم الله الرحمن الرحيم. يا إبراهيم أعرض عن هذا إنه قد جاء آتهم عذاب بينما. ചിരിച്ചു പറയുമ്പോൾ ടൈറ്റ് ആണ്. ചെറിയ സുഹൃത്തിന് എടുത്തതിനപ്പുറത്ത് വലിയ സുഹൃത്ത്. ചെറിയ സുഹൃത്ത് നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഓതാൻ പറ്റും.
ഇതാണ് സിമ്മറായി എല്ലാം ഒരുപോലെ അല്ലേ? മാഷാഅല്ലാ, ഉമ്മ പറയുന്നുണ്ട്. ഓക്കെ, ഓതി കൊടുത്തോളൂ താഴെ എവിടെന്നെങ്കിലും. بسم الله الرحمن الرحيم وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا ما شاء الله جهنم كانت مجرا هذه سورة نبأ سورة സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സൂറത്ത് എങ്ങനെയാണ്? നബൽ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ما يتساءلون عن النبأ الذي هم فيه مختلفون كالذي يعلم ثم كالذي هي കുട്ടികൾക്ക് മാഷാഅല്ലാ, മാഷാഅല്ലാ. അതായത് ഖുർആനിൽ ഇപ്പോ എവിടെ നിന്ന് വലിയ സൂറത്ത് ചോദിച്ചാലും ചെറിയ സൂറത്ത് ചോദിച്ചാലും എവിടെ നിന്ന് ചോദിച്ചാലും കൃത്യമായിട്ട് തോന്നും. അതുകൊണ്ടാണ് അവസാനോട് ഖുർആൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ മുമ്പിലും ഷഫിൾ ചെയ്ത് ഒരു പ്രീ പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ എവിടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ചോദിച്ചാൽ അപ്പൊ പറയും. അതായത് ഇതിന് ഒരു ആയത്തിന് ചെറിയൊരു വരി കേട്ടാലും അത് ഏത് സൂറത്താണെന്ന് ഒന്നും ചിന്തിക്കാതെ സ്പോട്ടിൽ പറയും. ഇവൻ ബിസ്മി കേട്ടാലും കേട്ടാലും പറയും. അത് ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു സമൂഹത്തോട് പറയാനുള്ളത് വെച്ചാൽ ഒരു മെസ്സേജ് മോന് കൊടുക്കുന്നുള്ളത് ചെറുപ്പത്തില് ഈ മോന്റെ ഉമ്മ ഇവിടെ മുമ്പിലുണ്ട്. അപ്പൊ ഇവര് ചെറുപ്പം മുതലേ ഇവര് ഇങ്ങനെ കരയുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ മക്കൾക്ക് പാട്ട് മ്യൂസിക് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇവര് എന്ത് ചെയ്തതാണ്? ഖുർആനാണ് കൊടുത്തത്. അങ്ങനെ ആ ഖുർആൻ കേട്ടുകൊണ്ട് പഠിച്ചതാണ്. അതായത് ഖുർആൻ മൊത്തം ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമായിട്ട് മറുപടി പറയും. ഞാൻ നേരത്തെയും കുറെ ചോദിച്ചിരുന്നു, ഉസ്താദും ചോദിച്ചു നിങ്ങളെ. അപ്പോ എന്താ പറയാ, മാഷാ അല്ലാ, അതായത് അതൊരു അത്ഭുതമാണ്. എന്തോ ഒരു അമാനുഷിക കഴിവ് പോലെ ഫീൽ ചെയ്യാണ് അല്ലെ? മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇത് അത്ഭുതം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യാം, ചെറിയ മക്കളെ, അത് ചെറുതുണ്ടാവുമ്പോൾ 3 വയസ്സാണെങ്കിൽ 4 വയസ്സ്, എത്ര ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് ഖുർആൻ കേൾപ്പിക്കുക. മാക്സിമം ഖുർആൻ തന്നെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലൊരു അഫിൻഹാദിയായിട്ട് നിങ്ങളുടെയും മക്കൾക്ക് മാറാൻ കഴിയും. ഇത്ര അല്ലെങ്കിലും കുറച്ചെങ്കിലും അല്ലെങ്കിൽ അല്ലെ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും ഇൻഷാ അല്ലാ. നിങ്ങൾ അങ്ങനെ ഓൾറെഡി നിങ്ങൾ അങ്ങനെ ശീലിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഏതായാലും മാഷാ അല്ലാ, നിങ്ങൾക്കും ഉപ്പക്കും അതുപോലെ ഉമ്മക്കും അതിന് എത്ര എന്താ പറയാ ഇതിന് അല്ലെ ഇവരെ അഭിവാദ്യം ചെയ്താലും മതിയാവൂല്ലോ. മാഷാ അല്ലാ, മാഷാ അല്ലാ. എന്തായാലും ഖൈറിലാവട്ടെ. മാഷാ അല്ലാ, മോൻ എന്തായാലും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഇനിയും കാണാം കേട്ടോ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. എന്തായാലും സന്തോഷം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും മാറ്റങ്ങളുണ്ട്. കുറച്ച് സ്ലോ ആണ് ചെയ്യാൻ. ചെറുപ്പം മുതലേ നമ്മളൊരു കണക്ഷൻ. പിന്നെ തന്നെ എന്ന് പറയുന്നത് വൈഫിന് പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മളത് ആക്റ്റീവ് ആക്കണമെന്ന് കേട്ടിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ തന്നെ നിങ്ങൾ അങ്ങനെ നിയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആക്റ്റീവ് ആക്കാം. നമ്മളത് അങ്ങനെ ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ നിങ്ങള് ഇങ്ങനെ മോനെ നിങ്ങളെ ഹാഫിലാക്കണം എന്ന് നിങ്ങൾ എപ്പോഴാണ് ആദ്യം നിങ്ങള് മോനെ ഹാഫിലാക്കണം എന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ മറ്റും? ഞങ്ങൾ വൈഫ് പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ നമ്മളീ കവിന്റെ ഒക്കെ പ്രസംഗം നാട്ടിലുണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്നൊരു പ്രചോദനമായിട്ട് മക്കളെ ഹാഫിലാക്കണതിന്റെ കുഞ്ഞുങ്ങാരൊക്കെ കേട്ടപ്പോ നമുക്ക് വലിയ ഹാഫിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോ എന്റെ അമ്മയൊക്കെ പറയും. അപ്പൊ ഇനിയിപ്പോ ജനിച്ചു വന്നപ്പോ പിന്നെ ആളിങ്ങനത്തൊരു ഒന്നും കഴിയാതെ ഭിന്നശേഷിക്കാരനായിട്ടാ വന്നത്. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാണ് ഇവനെ ഹാഫിളാക്കാം? എന്റെ ഉമ്മയൊക്കെ എപ്പോഴും അങ്ങനെ പറയും, മോനെ ഹാഫിളാക്കാന് കരുതിയതല്ലേ, രണ്ടാമത്തെ ആളെ ഹാഫിളാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ മാഷാ അല്ലാഹ് അത് നമ്മളെ ആഗ്രഹം തീർത്തുകൊണ്ടായിരിക്കും
അവൻ തന്നെ സ്വന്തമായിട്ട് ചെറുപ്പം മുതല് ഖുറാന് കേട്ട് പഠിച്ച് ഒന്ന് ചോദിച്ചാലും ഓതി ഓതി തരുന്നുണ്ട്. നിങ്ങളങ്ങനെ ഒരു വട്ടം നിങ്ങളെ ചിന്ത സ്വപ്നം പോയി എന്ന് വിചാരിച്ചു നിങ്ങളെ അല്ലെ. രണ്ടാമത്തെ മോനില് പ്രതീക്ഷയായിരുന്നു. യെസ് അപ്പോഴേക്കും നിങ്ങളെ പോലെ അറിയാതെ മോനും സ്വയം പഠിച്ചു. മാഷാ അള്ളാഹുവിന്റെ ഒരു കുതിരത്തിന്റെ ഏറ്റവും വലിയൊരു മകുടോദാഹരണമാണ്. മാഷാ അള്ളാഹ്. വർഷങ്ങളോളം ഫുള്ള് പഠിച്ചിട്ട് പഠിക്കാതെ പിന്നെ ചെറിയ സുഹൃത്തുക്കളാണ് നമുക്ക് തൗഫീഖ് വർഷങ്ങളോളം എടുക്കാറുണ്ട്. എന്നോട് എത്രയോ ആളുകൾ അവരുടെ പ്രയാസങ്ങൾ പറയാറുണ്ട്. മക്കള് ഇക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടും അത് പഠിച്ചവർ അങ്ങനെ ഒരു ഹല്ലാണ്, എല്ലാവർക്കും കിട്ടൂല അത് അങ്ങനെ അത്രയും വർഷങ്ങൾ എടുത്ത് പഠിച്ചവർക്ക് പോലും പെട്ടെന്നൊരു അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സൂറത്താണെന്ന് ഒരു ചിന്തിക്കാതെ ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ ഈ മോന് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊരു കമ്പ്യൂട്ടർ പോലെ. മാഷാ അള്ളാഹ്. നല്ല കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ക്വസ്റ്റ്യൻസ് തരുമല്ലോ പഠിക്കാനുള്ള 100 ക്വസ്റ്റ്യൻ 100ഉം പഠിച്ചു വെക്കും. ഇങ്ങനത്തെ ജനറൽ 100 മാർക്കും കിട്ടും. പക്ഷെ ഇത് പറയാന് പറ്റൂല. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഫുൾ നടത്തുമ്പോൾ മാർക്ക് വാങ്ങും. പഠിച്ചിട്ട് പറയാൻ പറ്റൂല എന്നുള്ളത് അറിയില്ല. കേട്ട് കഴിഞ്ഞാൽ ആൻസർ പറയാന്നുള്ളതാണ് ഓന്റെ ഒരു ഇതിലുള്ളത്. പക്ഷെ നമ്മളെല്ലാവരും മത്സരം എന്നുള്ളതൊന്നും അറിയില്ല. അതൊന്നും ഓനെ അറിയില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴത്തേന് ആൻസർ ക്വസ്റ്റിന് കേട്ടാൽ ഉടനെ ഒരു ആൻസർ പറയും. അതിന് എല്ലാം ബാക്കിയുള്ള ആളുകൾക്ക് അറിയുന്ന അവനത് ഏത് അങ്ങനെയൊന്നും അല്ല. യെസ്. പക്ഷെ നല്ല അതാണ് നല്ല IQ ലെവൽ, നല്ലൊരു ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയുമാണ്. മാഷാ അള്ളാഹ്. കാര്യങ്ങള് 2 വയസ്സാകുമ്പോ മുമ്പക്ക് പോയിട്ടുണ്ട്. 2-ാം വയസ്സില് 2.5 വയസ്സാകുമ്പോ. പക്ഷെ അന്ന് മസ്ജിദുൽ ഹറാമിൽ പോയതും മസ്ജിദുൽ നബി പോയ കാര്യങ്ങളൊക്കെ പഠിച്ച ചിലർക്ക് പറഞ്ഞാൽ ഇതൊരു എന്താണല്ലോ പറയുന്നുണ്ട്. അത് 2.5 വയസ്സിന്റെ ഓർമ്മയുണ്ട് ഇപ്പോഴും. ഓർമ്മ ഉണ്ട്. നമുക്ക് തന്നെ ആലോചിച്ചൊക്കെ എന്താണ് നല്ല പറയും. മക്കത്ത് പോകണ്ടേ, നമ്മൾ പോയില്ലേന്നോ, അന്ന് പോയതൊക്കെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഒരു ഓർമ്മയിൽ എടുക്കുന്നുണ്ട്. നമ്മൾ നല്ല ഡൽഹിയൊക്കെ പോയത് താജ്മഹൽ കണ്ടതും ഓരോന്നിങ്ങനെ കണ്ടത് ഒന്നും കുഴപ്പമില്ല. എല്ലാം അന്ന് നമ്മൾ പോയപ്പോ ട്രെയിനിൽ നിന്ന് ഈ പാട്ടല്ല എത്തിയുന്നത് വരെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു അല്ലേ. ആ പാട്ടാണ് വെച്ചത്. എത്ര വയസ്സിലായിരുന്നത്? 5-ാം വയസ്സില് അല്ലേ. മാഷാ അള്ളാഹ്. ചെറുപ്പത്തിലപ്പോ ഓർത്തെടുക്കുന്നുണ്ട്. അതാണ് പഠിച്ചത്. എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കില്ല എന്ന് പറയും പോലെ ചില കഴിവ് ഖുർആൻ തന്നെ പഠിച്ചത് മറന്നു പോകുമല്ലോ. ശരി, പഠിച്ചത് നമ്മള് സ്ഥിരമായിട്ട് ഓതൊന്നുമില്ല, ദൗറ ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല, എന്നിട്ടും ഓർമ്മയിലുണ്ട്. ഓർമ്മയിലുണ്ട്. അത് വലിയൊരു തൗഫീഖാണ്. മാഷാ അള്ളാഹ്. നിർത്തി കൊടുക്കട്ടെ. തീർച്ചയായിട്ടും. മാഷാ അള്ളാഹ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റാൻഡം ആയിട്ട് ഏതെങ്കിലും കുട്ടികളെ ഓതുന്നതോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേന് അത് ഏത് സൂറത്താണെന്ന് പറയാനുള്ള ആവേശമാണോ, ആളെ ഏത് സൂറത്താ ഓതിയത് ഇവിടെ എനിക്കിങ്ങനെ പറഞ്ഞു. ആ സൂറത്താണ് വിളിച്ച് ആ സൂറത്തിൽ ആയത്താണ് ഓതുന്നത് ഉള്ളത് നിങ്ങൾക്ക് അതിന് ഭയങ്കര ആവേശമാണ്. മാഷാ അള്ളാഹ്. ചില ആശയങ്ങൾ അവന് പഠിച്ചത് ഖുർആന് ഓതി അടുത്ത സൂറത്ത് ഓതും. പക്ഷെ അതിന് മുന്നത്തെ സൂറത്ത് ആശയം എന്താണെന്ന് മനസ്സിലാക്കല്ലോ. ചില കാര്യങ്ങൾ ഓൻ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ ഇങ്ങനെ ഓതും. നമ്മളിപ്പൊരായത്തോതിന് ശേഷം ആശയം എന്താണ് ബാക്കിയുള്ള അങ്ങനെ ഓതും. പക്ഷെ അതിന് മുന്നിലുള്ള കോൺസെപ്റ്റ് തന്നെ അറിയില്ല. കേട്ട് വരുന്നത് ആ ഒരു ഒഴുക്കിലാണ്, ആ ഓർഡറിലാണ്. യെസ് യെസ്. മാഷാ അള്ളാഹ്. മാഷാ അള്ളാഹ്. എന്തായാലും എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് മക്കളെ ഹാഫിലാക്കണം. ഇതൊക്കെ അവർക്കൊക്കെ ഉള്ള ഒരു പ്രചോദനമാണ്. മാഷാ അള്ളാഹ്. അപ്പൊ നിങ്ങള് എന്താ പറയാ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഉള്ള നമ്മുടെ മാതാപിതാക്കളോട്, രക്ഷിതാക്കളോട്, മക്കളെ ഹാഫിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള ഒരു മെസ്സേജ്? പറയാനുള്ളത് നമുക്ക് ചെറുപ്പം മുതലേ മക്കൾക്ക് ഒരു ഖുർആന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ അഭിനാദിക്ക് വെച്ചു കൊടുത്തത് ചെറുപ്പം കുഞ്ഞുനാൾ മുതലേ ഖുർആൻ കേൾപ്പിച്ചു. പക്ഷെ അത് അവനില് ക്യാച്ച് ചെയ്ത് സ്വന്തമായിട്ട് ഹിഫ്ളായി. ഇവരോട് പറയാനുള്ളത് ഖുർആനായിട്ട് എപ്പോഴും കേൾപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി എളുപ്പമായിട്ടുള്ള വാസന ഉണ്ടാവും, അതായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവും. സിനിമ, പാട്ട്, കാർട്ടൂണുകളൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ ഒരു ചെറുപ്പത്തിലെ ഓർമ്മ വെച്ച നാൾ തൊട്ടേ ഇങ്ങനെ ഒരു ഇതില് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെ ഒരു അത്ഭുതമാണ്. മാഷാ അള്ളാഹ്.
ഇന്നത്തെ കുട്ടികളൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും മാഷാ അല്ലാ. എന്തായാലും അതിൽ നിങ്ങൾക്ക് മാതാപിതാക്കളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മാഷാ അല്ലാ. മാഷാ അല്ലാ. എന്തായാലും നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തി പ്രത്യേകിച്ച് മാഷാ അല്ലാ. മാഷാ അല്ലാ. മോനും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇൻഷാ അല്ലാ. എത്ര പേര് പിടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാ. ബുദ്ധിമുട്ടാവണ്ട. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. വരുന്ന കേട്ടാ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ. ഒക്കെ ഹൈറിലാവട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ. കണ്ടതിൽ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. മാഷാ അല്ലാ. എന്തായാലും വളരെ നീറ്റാണ്. ഞാൻ രാവിലെ വരെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെയൊക്കെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട്. മാഷാ അല്ലാ. കാരണം നമ്മള് പെരുന്നാൾക്ക് റിസോർട്ട് പോയി തൊട്ടപ്പുറം തന്നെ അതിന്റെ രാത്രി സംസാരിച്ചു അതിന്റെ അപ്പുറത്ത് അതല്ലോ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്. അതാണ് പഠിച്ചതിന്റെ കഥയാണ്, വിചാരിക്കാത്ത വഴിയിൽ. മാഷാ അല്ലാ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ പോണ